മൈ ബ്യൂട്ടിഫുൾ സോൾസ്, നമസ്കാരം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് അശ്വതി നക്ഷത്രക്കാരുടെ 2026 പുതുവർഷ ഫലം. 2026 നിങ്ങളുടെ കരിയർ, അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എല്ലാം തന്നെ ഈ ഒരു റീഡിങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ നിങ്ങൾ കാണുന്നത് എങ്കിൽ ദയവായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ എനർജി വൈബ്രേഷൻ ഈ ഒരു റീഡിങ്ങുമായി റെസൊനേറ്റ് ആവുകയുള്ളൂ. ഒരു ഡീപ്പ് ബ്രീത്ത് എടുത്ത് മനസ്സൊന്ന് ശാന്തമാക്കി ഈ ഒരു റീഡിംഗ് കേൾക്കാൻ ശ്രദ്ധിക്കുക. വിഷമങ്ങളെല്ലാം ഒന്ന് മാറ്റിവെച്ച് മനസ്സിലേക്ക് സന്തോഷം കൊണ്ടുവരാൻ ശ്രമിക്കുക. പോസിറ്റീവായിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളുടെ കരിയറിന് വന്നിരിക്കുന്ന കാർഡുകൾ എന്ന് പറയുന്നത് ദ ചാരിയറ്റ്, ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ്, ദ ഹെർമിറ്റ് ആൻഡ് 9 ഓഫ് വാൺസ് എന്നീ കാർഡുകളാണ്. 2026 കരിയറിൽ നിങ്ങൾക്ക് ആദ്യമായി വന്നിരിക്കുന്ന കാർഡ് ദ ചാരിയറ്റ് ആണ്. നിങ്ങൾ കൺട്രോൾ ഏറ്റെടുക്കുന്ന ഒരു വർഷമായിരിക്കും ഇത്. ഇതുവരെ നിങ്ങളുടെ കരിയറിൽ കുറച്ചധികം ലാഗ് ഉണ്ടായിരുന്നുവെങ്കിൽ, താമസം നേരിട്ടിട്ടുണ്ടായിരുന്നു എങ്കിൽ ആ ഒരു കാലം കഴിഞ്ഞു എന്ന് കാണിക്കുന്നു. അടുത്തിടെയൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ, എത്ര ശ്രമിച്ചാലും കാര്യങ്ങൾ അങ്ങോട്ട് ശരിയാകുന്നില്ല, എനിക്ക് മാത്രം ഇതെന്താണ് ഇങ്ങനെ എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? 2026 ഈ ഒരു അഭിപ്രായം മാറും. നിങ്ങളുടെ കരിയറിന്റെ തീരുമാനം അഥവാ ഡിസിഷൻ പവർ നിങ്ങളുടെ കൈകളിലേക്ക് കിട്ടും. നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ഒരു ചേഞ്ച്, ഒരു പ്രൊമോഷൻ, ബിസിനസ് എക്സ്പാൻഷൻ എല്ലാം തന്നെ പോസിബിൾ ആകുന്ന ഒരു വർഷമായിരിക്കും 2026. നെക്സ്റ്റ് വന്നിരിക്കുന്ന കാർഡ് ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അശ്വതി നക്ഷത്രക്കാർ പലപ്പോഴും മറ്റുള്ളവരെ നച്ചർ ചെയ്യുന്നതിനിടയിൽ സ്വന്തം വാല്യൂ മറന്നു പോകുന്നവരാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നിങ്ങളുടെ വിലപ്പെട്ട ടൈം നിങ്ങൾ കളയും. ആ സമയത്ത് സ്വന്തം കാര്യത്തിൽ ചെയ്യേണ്ട ചില അടിയന്തരമായിട്ടുള്ള കാര്യങ്ങൾ അത് നിങ്ങൾ മാറ്റിവെക്കും. 2026 നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൈവരും. വീടും അതുപോലെ തന്നെ വർക്കും അത് ഒരുമിച്ച് ബാലൻസ് ചെയ്ത് നിങ്ങൾ 2026 മുന്നോട്ട് കൊണ്ടുപോകും. അശ്വതി നക്ഷത്രക്കാരികളായ സ്ത്രീകൾ എസ്പെഷ്യലി കരിയർ പ്ലസ് ഫാമിലി ഒരുമിച്ച് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ആളുകളാണ്. നെക്സ്റ്റ് കാർഡ് ദ ഹെർമിറ്റ് ആണ്. ഒരു ഡീപ്പ് കാർഡാണിത്, ദ ഹെർമിറ്റ്. 2026 നിങ്ങൾ കുറച്ചാളുകളിൽ നിന്ന് അല്പം അകലം പാലിക്കും. ഇതുവരെ നിങ്ങൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആ ഒരാളുകളിൽ നിന്നും നിങ്ങൾ ഒരു ഇന്നർ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് അല്പം അവരെ അകലേക്ക് നിർത്തും. കരിയറിൽ ചില സമയം ഇതാണോ ഞാൻ ചെയ്യേണ്ടത്, ഇതാണോ എൻ്റെ സോൾ പാത്ത് എന്നൊക്കെയുള്ള ചില കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു സമയം ഒരു ഷോർട്ട് ബ്രേക്ക്, ഒരു സ്കിൽ അപ്ഗ്രേഡ്, ഇന്നർ കാളിംഗ് ബേസ്ഡ് കരിയർ ഡിസിഷൻ ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് കൈവരും. അതായത് ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സക്സസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അനുയോജ്യമല്ലാത്ത ആളുകളിൽ നിന്നും കരിയറിൽ അകലം പാലിച്ചുകൊണ്ട് ചില തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ഒരു ബ്രേക്കൊക്കെ എടുത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് നീങ്ങുന്നതിനെയാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. കരിയർ റീഡിങ്ങിന് ലാസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് 9 ഓഫ് വാൺസ് ആണ്. നിങ്ങൾ ഒരുപാട് പോരാടിയിട്ടുണ്ട്, ഒരു വാരിയറാണ്. നിങ്ങൾക്ക് പാസ്റ്റ് വൂൺസ്, ചില മനസ്സിൽ മറക്കാനാവാത്ത ചില മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്, ഫറ്റീഗ് ഉണ്ടായിട്ടുണ്ട്. നിങ്ങളെ കരിയറിൽ ഉയരാൻ വിടാതെ പിടിച്ചു നിർത്തുന്ന കുറച്ച് ആളുകൾ, കരിയറിലുള്ള നിങ്ങളുടെ കഴിവുകളെ അംഗീകരിക്കാത്ത ഇടങ്ങൾ, നിങ്ങളെ മാനസികമായി തകർത്ത ചില സന്ദർഭങ്ങൾ, ഇതെല്ലാം തന്നെ ഒരു ഷോർട്ട് ബ്രേക്ക് എടുത്തുകൊണ്ട് നിങ്ങളൊന്ന് പോസ് ചെയ്ത് ശരിയായ തീരുമാനമെടുത്ത് 2026 മുന്നോട്ട് നീങ്ങും. നെക്സ്റ്റ് നമുക്ക് റിലേഷൻഷിപ്പ് റീഡിങ്ങിലേക്ക് പോകാം. അശ്വതി നക്ഷത്രക്കാരുടെ റിലേഷൻഷിപ്പ്. ഒന്നാമതായി വന്നിരിക്കുന്ന കാർഡ് ദ ഹാങ്ഡ് മാൻ ആണ്. നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ ഒരു സ്റ്റാഗ്നേഷൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം. ഒരു വെയിറ്റിംഗ് മോഡിലാണ് നിങ്ങളിപ്പോൾ. നിങ്ങൾ സിംഗിൾ ആണ് എങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു റൈറ്റ് പേഴ്സൺ നിങ്ങൾക്കരികിലേക്ക് വരാൻ അല്പം ഡിലേ കാണിക്കുന്നുണ്ട്. നിങ്ങൾ കമ്മിറ്റഡ് ആണ് എങ്കിൽ വൺ സൈഡഡ് സാക്രിഫൈസസ് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു സമയമായിരിക്കുന്നു. അതായത് എപ്പോഴും നിങ്ങൾ ഗിവർ ആകുന്ന ആ ഒരവസ്ഥ, എപ്പോഴും കൊടുത്തുകൊണ്ടേയിരിക്കുന്ന ഒരവസ്ഥ, അതിനൊരു മാറ്റം വരുത്തേണ്ട ഒരു സമയമായിരിക്കുന്നു. നിങ്ങളോട് ഒരു ചോദ്യമുള്ളത് എന്ന് വെച്ചാൽ, നിങ്ങളെല്ലാം ഈ സ്നേഹത്തിന് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുന്നത് സത്യത്തിൽ സ്നേഹത്തിന് വേണ്ടിയിട്ടാണോ, അതോ അവർ വിട്ടുപോകും എന്നുള്ള പേടി കൊണ്ടാണോ? ഈ ഒരു അവസ്ഥ നിങ്ങളെ ഒരു ഹാങ്ഡ് മാൻ എന്ന് പറയുന്ന എനർജിയിൽ നിർത്തുന്നുണ്ട്. രണ്ടാമതായി വന്നിരിക്കുന്ന കാർഡ് 4 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഒരു ഇമോഷണൽ ഹോൾഡിംഗ് ഉണ്ടാകുന്നു. നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം. 2026 ആകുമ്പോഴേക്കും ഒരു റിലേഷൻഷിപ്പിൽ ചെറിയ ബ്രേക്കുകളൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഒരു കൺട്രോൾ ഇഷ്യൂ ആണ് അവിടെ ഒരു കാരണമായിട്ട് കാണിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, കൺട്രോൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ലവ് അഥവാ സ്നേഹം എന്ന് പറയുന്നത് എക്കാലവും ഒരുമിച്ച് മുന്നോട്ട് പോയ ഒരു ചരിത്രമില്ല. സ്നേഹത്തെ സ്വതന്ത്രമാക്കി വിടുക, പരസ്പരം ട്രസ്റ്റോടുകൂടി മുന്നോട്ട് പോവുക. മൂന്നാമതായി വന്നിരിക്കുന്ന കാർഡ് ദ ഹൈ പ്രീസ്റ്റസ് ആണ്. റിലേഷൻഷിപ്പ് റീഡിങ്ങിലെ മോസ്റ്റ് പവർഫുൾ കാർഡാണ് ദ ഹൈ പ്രീസ്റ്റസ്.
അശ്വതി നക്ഷത്രക്കാരായ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ സൂപ്പർ സ്ട്രോങ് ആകുന്ന ഒരു സമയമാണ് 2026. ഇത് ശരിയല്ല എന്ന് മനസ്സ് പറഞ്ഞാൽ അതിനെ ഇഗ്നോർ ചെയ്യാൻ പാടില്ല. അതിന് ഒരു കാരണം അവിടെ നിങ്ങൾക്കുണ്ടാകും. നിങ്ങൾക്ക് മുൻപിൽ ഹിഡനായിട്ടുള്ള ട്രൂത്ത്സ് എല്ലാം പുറത്തേക്ക് വരുന്ന അവസരമാണ്. അതായത് റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് നിങ്ങൾ ഇക്കാലവും അറിയാതെ പോയ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് 2026 ഒരു ക്ലാരിറ്റി കൊണ്ടുതരും. പുറത്തേക്ക് പറയാനാകാത്ത ചില ഇമോഷൻസ് നിങ്ങളുടെ മനസ്സിൽ അടിഞ്ഞുകൂടുന്ന ഒരു വർഷമാണ്. അതുപോലെ തന്നെ ഇതിൽ ചിലർക്ക് ചില കാർമിക്കായിട്ടുള്ള കണക്ഷൻസിന്റെ ഒരു സാന്നിധ്യവും കാണിക്കുന്നുണ്ട്. റിലേഷൻഷിപ്പ് റീഡിങ്ങിന്റെ അവസാനം ലഭിച്ചിരിക്കുന്ന കാർഡ് 3 ഓഫ് പെന്റക്കിൾസ് ആണ്. ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ഉള്ള ആളുകളുടെ കാര്യം, അതുപോലെ തന്നെ സിംഗിളായിട്ടുള്ള ആളുകളുടെ കാര്യവും എങ്ങനെ നോക്കിയാലും അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് രണ്ട് സൈഡിലും ഒരുപോലെ എഫേർട്ട് വേണ്ടിയിരിക്കുന്നു. എങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷനുള്ള ഒരു റിലേഷൻഷിപ്പ് 2026 നിങ്ങളുടെ അരികിലേക്ക് വരും. ഒരു വഴക്കിട്ട് മാറി പിണങ്ങിയിരുന്ന ദമ്പതികൾ തമ്മിൽ പിണങ്ങി മാറിയിരിക്കുന്ന ദമ്പതികൾക്കിടയിൽ ഒരു ഹീൽ ചെയ്യുന്ന, നിങ്ങൾക്ക് ആശ്വാസം തരുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നതായി കാണിക്കുന്നു. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മാരേജ് ടോക്സ്, അതുപോലെ തന്നെ സീരിയസ് കമ്മിറ്റ്മെന്റ് എല്ലാം തന്നെ 2026 പോസിബിൾ ആകുന്നു. 2026 ഡിവൈൻ മെസ്സേജ് അശ്വതി നക്ഷത്രക്കാർക്ക് ടാരോട്ട് മെസ്സേജായിട്ട് കൊടുക്കുന്നത്, കരിയറിൽ നിങ്ങൾ സ്വയം കൺട്രോൾ ഏറ്റെടുക്കുക. റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഉൾക്കാഴ്ച അഥവാ നിങ്ങളുടെ ഉള്ളിൽ തോന്നുന്ന ചില കാര്യങ്ങൾ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, അത് ട്രസ്റ്റ് ചെയ്യുക, വിശ്വസിക്കുക. ഉറച്ച തീരുമാനമെടുക്കുന്നതിന് ഒരിക്കലും ഒരു ഭയം ഉള്ളിൽ തോന്നാൻ പാടില്ല. അത് അവോയ്ഡ് ചെയ്യുക. തീർച്ചയായും ഈ ഒരു യൂണിവേഴ്സ് നിങ്ങളെ ഗൈഡ് ചെയ്യും, നിങ്ങൾക്ക് മുൻപോട്ടുള്ള വഴികൾ കാണിച്ചു തരും. പക്ഷേ നടക്കേണ്ടത് നിങ്ങളാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് 2026 ഒരു മാറ്റത്തിന്റെ വർഷമാണ്. സന്തോഷങ്ങൾ കൂടി നിൽക്കുന്ന ഒരു വർഷമാണ്. അതുപോലെ നിങ്ങളുടെ കഠിന പ്രയത്നങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള വിലയും അംഗീകാരവും ലഭിക്കുന്ന ഒരു വർഷമാണ് 2026. അപ്പോൾ ഇതൊക്കെയായിരുന്നു അശ്വതി നക്ഷത്രക്കാരുടെ 2026 ടാരോട്ട് റീഡിംഗ്. നിങ്ങൾക്ക് ഈ ഒരു മെസ്സേജ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഒരു ചെറിയ ഹൈപ്പും തരിക. ഈ ഒരു റീഡിങ്ങിൽ പറഞ്ഞിരിക്കുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഇതിൽ പറഞ്ഞിരിക്കുന്ന നിങ്ങൾക്കുള്ള ഗൈഡൻസ് കുറച്ചെങ്കിലും നിങ്ങൾ പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ മനസ്സിൽ ചില ചുറ്റുപാടിൽ ഒരു ഈഗോ വരുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് മാറ്റിവെക്കുക. കാരണം കരിയറിലൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ചില ടീം വർക്കുകൾ ആവശ്യമായി വന്നേക്കാം. ആ ഒരു സമയം ഈഗോ ഭരിക്കാൻ പാടില്ല. വളരെ ബുദ്ധിപരമായി പ്രാക്ടിക്കലായി ചിന്തിച്ച് അവരോടൊപ്പം നിന്ന് ആ ഒരു കാര്യം ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ മെസ്സേജ് റെസൊനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് കമന്റ് താങ്ക് യു യൂണിവേഴ്സ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുടെ കരിയർ, അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ്, ഇതിലെല്ലാം തന്നെ വളരെ കൃത്യമായ ഒരു ടാരോട്ട് റീഡിംഗ് ആവശ്യമാണെങ്കിൽ, നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡ് അത്യാവശ്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുകയോ കോൾ ചെയ്യുകയോ ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് പെയ്ഡ് ആണ്. ദിവസേനയുള്ള എൻ്റെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുന്നതിനായി നിങ്ങളുടെ പേരും അതുപോലെ തന്നെ നാളും കമൻറ്റ് ചെയ്യുക. നാളറിയില്ല എങ്കിൽ നിങ്ങൾ ജനിച്ച മാസം കമൻറ്റ് ചെയ്താലും മതിയാകും. എൻ്റെ പ്രാർത്ഥനയിൽ തീർച്ചയായും നിങ്ങളെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. നിങ്ങൾക്ക് 2026 അശ്വതി നക്ഷത്രക്കാരായ നിങ്ങൾക്ക് എല്ലാവിധ ജീവിത സൗഭാഗ്യങ്ങളും തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.